ഗൈസ് എന്തെല്ലാം സുഖല്ലേ? നോമ്പൊക്കെ ഇങ്ങനെ പോണ അടിപൊളിയല്ലേ? നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ പണിയൊക്കെ തീർത്തിട്ട് പെട്ടെന്ന് കിടന്നുറങ്ങാൻ എന്റെ മൈൻഡിലുണ്ടായി. പക്ഷെ അതിനൊന്നും സമ്മതിക്കാത്ത ഒരു മുതലാണ് എന്റെ കൂടെ. ഒന്നരാണ് തെണ്ടാൻ പോയാലും ഞങ്ങൾക്ക് ഉറക്കറില്ല. ആരാന്ന് എപ്പം കാണിച്ചു തരാം. കുറെ നേരം വെയിറ്റ് ചെയ്ത് ഞാൻ കൊണ്ടിട്ടേങ്ങ എന്നിട്ട് അവൾ എത്തിയതിന്റെ ഷോളിനോട് ചോദിക്കാം, എന്നോട് ഇത്ര നേരത്തെ വരാൻ പറഞ്ഞു. കിടന്നുറങ്ങാൻ പോലും അയക്കാതെ വിളിച്ച് വരുത്തിട്ട് അപമാനിച്ചൊക്കെ ആ കൊണ്ടിട്ടേങ്ങടി വെച്ചിട്ട് അവളെ ഞാൻ എന്താ ചെയ്യേണ്ടത്? കയറ്റി നിരക്കി കൊല്ലാൻ എനിക്ക് അപ്പൊ തോന്നിയത്. പിന്നെ പാവല്ലേ, ജീവിച്ച് പൊയ്ക്കോട്ടെ വെച്ച് വിട്ടു കൊടുത്തതാണ് ഞാൻ. എന്തിനാ എന്നെ വിളിച്ചു വരുത്തി അവളോട് ചോദിച്ചപ്പോൾ എന്നോട് പറയും എനിക്ക് PG അപ്ലൈ ചെയ്യാൻ അക്ഷയ്ക്ക് ഒറ്റയ്ക്ക് പോയി എനിക്ക് പേടിയാണ്. അവളുള്ളവളെ പിടിച്ച് നിന്നുവല്ലോ. ഈ മുതലുണ്ടല്ലോ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകണ ഇഷ്ടമില്ല, കൂടെ ആരെങ്കിലും വരണം. അതും വെയിലും കൊള്ളിച്ചിനെ നോമ്പും തൊട്ടിച്ചാണ് അവളെ നടത്തിച്ചത്. എന്നിട്ട് അവളോട് പറയും എനിക്ക് വിശക്ക്, എനിക്ക് ബിരിയാണി വാങ്ങി തരുമെന്ന്. ഇങ്ങനെയുള്ള ഒരു ഫ്രണ്ട് നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. പിന്നെ അക്ഷയിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞങ്ങൾ നേരെ പോയതൊരു മൊബൈൽ ഷോപ്പിക്കാണ്. ഒക്കെ പൗച്ച് വാങ്ങണം പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ ഈ പൗച്ച് വാങ്ങാൻ നേരത്തോളം നോക്കിയാൽ നമ്മളൊക്കെ എന്നിട്ട് ഒരു ഐഫോൺ വാങ്ങി അതിന് പൗച്ച് ഇടാന്ന്. അത് നടക്കും പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ബട്ടൺ ഹൗസിക്കാണ്. ഞാൻ ആകെ കുഴങ്ങി ടയർഡായതുകൊണ്ട് നോളിന്റെ കൈ പിടിച്ച് വലിച്ചയച്ചിട്ട് എന്നെ കൊണ്ടുപോയത്. 5 മിനിറ്റ് കൊണ്ട് ബട്ടൺ ഹൗസിൽ സാധനമായിട്ട് നമുക്ക് ഇറങ്ങാന്ന് പറഞ്ഞ് കയറ്റിയ ആളാട്ടോ. പിന്നെ 1 മണിക്കൂറായിട്ടുള്ള ഞങ്ങൾ ഇറങ്ങിയത്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. ഓളിനോട് ഒരു കാര്യം പറഞ്ഞിട്ട് എന്നെ വിളിച്ചു വരുത്തി. എന്താണെന്ന് അറിയാം, ഇതാ ഈ കയ്യിലിരിക്കുന്ന സാധനം ഇത് എന്താന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. എന്താ സംഭവം എന്ന് വെച്ചാൽ കുറെ ദിവസമായിട്ട് ഓളെ വയറ്റിൽ ഞാൻ പറയുന്നത് കുറച്ച് കടുമാങ്ങച്ചാർ ഉണ്ടാക്കി തരാം. അങ്ങനെ അവൾ ഫൈനലി എനിക്ക് ഉണ്ടാക്കി കൊണ്ടു കേട്ടോ. അച്ചാറും വാങ്ങി ഞാൻ എന്റെ വീട്ടിലും ഓളോളെ വീട്ടിലും പോയി. ഓക്കെ ബൈ.